പറഞ്ഞാൽ ഹോണ്ടയുടെ ആക്റ്റീവ എന്നാണ് ഒരു കാലത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഹോണ്ടയുടെ ആക്റ്റീവയുടെ 2025 മോഡലുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുറച്ച് പ്രത്യേകതകളോട് കൂടിയിട്ടാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞത്. ആദ്യം തന്നെ ഡിസൈനിന്റെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ കവർ ഹാൻഡിലിൽ ഒരു ക്രോം ഫിനിഷിങ്ങോട് കൂടിയിട്ട് വന്നിട്ടുള്ളത്. ഇതിന് മുന്നത്തെ ആക്റ്റീവയിലൊന്നും അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്റെ ബാക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇന്നർ കവറിലും അതുപോലെ ഫ്ലോറിലും സീറ്റിലും ഒക്കെ ഒരു ബ്രൗൺ കളറോട് കൂടിയിട്ടുള്ള ഡിസൈനെ കൊടുത്തിട്ടുള്ളത്. മുന്നത്തെ ആക്റ്റീവയിലൊക്കെ ബ്ലാക്ക് ആയിട്ടായിരുന്നു വന്നിട്ടുള്ളത്. അതും ഈ ഒരു വണ്ടിയുടെ ഒരു മൊത്തം കളർ കോമ്പിനേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നു. ഇതിന്റെ സൈഡിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ആക്റ്റീവ എന്നുള്ളത് ഒരു ക്രോം ഫിനിഷിങ്ങോട് കൂടി, അതായത് ക്രോം ഫിനിഷിംഗിൽ ഒരു ബ്ലാക്ക് ലെറ്റേഴ്സ് കൂടി കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. മുന്നേ ഇത്തരത്തിലുള്ള ഡിസൈൻ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇന്നത്തെ വണ്ടിയെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതലാണ് പുതിയ ആക്റ്റീവയ്ക്ക്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാവുന്ന സ്വിച്ച് ഐഡിയ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് സിസ്റ്റത്തിന്റെ സ്വിച്ചാണ്. ഇതോട് കൂടി തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു സെൽ സ്വിച്ചും വരുന്നത്. അത് ഇതിന് മുന്നത്തെ ഒരു വണ്ടിയിലൊന്നും കാണാത്തൊരു ഫീച്ചറായിട്ട് തോന്നി. പിന്നെ റൈറ്റ് സൈഡിലാണ്, ആകെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു സ്വിച്ച് മാത്രമേ വരുന്നത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ ഒരു ഹൈ ബീം ലോ ബീം സ്വിച്ചാണ്. അതിനോടൊപ്പം തന്നെ അതിന്റെ പാസ് സ്വിച്ചും കൂടി വരുന്നുണ്ട്. ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്വിച്ചാണ്. അതിന്റെ താഴെ നമുക്ക് മീറ്ററൊക്കെ കൺട്രോൾ ചെയ്യാൻ, അതായത് TFT ഡിസ്പ്ലേ വരുന്നത്, അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ജോയിസ്റ്റിക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയാണ് ഇതിന്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് താഴെ ഒരു ഫോൺ ബട്ടണും വരുന്നുണ്ട്. അത് നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആകെ ഒരു ജോയിസ്റ്റിക്ക് മാത്രമാണ് കുറച്ച് പുതിയതായിട്ടുള്ളൊരു സംഭവം വന്നിട്ടുള്ളത്. അതിന് താഴെ ഇതുവരെ കാണാത്തൊരു സംഭവമായിട്ട് ആക്റ്റീവയിൽ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ തന്നെ ഒരു പൗച്ചും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചാർജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കൂടി വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു മീറ്റർ കൺസോളാണ്. അതായത് TFT ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് പുതിയ ആക്റ്റീവ 125 വന്നിട്ടുള്ളത്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു TFT ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുള്ളത് തന്നെ പറയാൻ പറ്റും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 മോഡോട് കൂടിയിട്ടാണ് ഈ ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ഒരു ഡേ മോഡും ഉണ്ട്, ഒരു നൈറ്റ് മോഡും ഉണ്ട്. ഇപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക്കലാണ് കിടക്കുന്നത്. നമുക്കിതിനെ ഇപ്പോൾ ഡേ മോഡിൽ നിന്ന് ജസ്റ്റ് നൈറ്റ് മോഡിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ 2 മോഡോട് കൂടി മറ്റുള്ള TFT ഡിസ്പ്ലേയിൽ കാണാത്തൊരു ഫീച്ചറായിട്ട് തോന്നി. ചിലർ ജോയിസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ജോയിസ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ TFT ഡിസ്പ്ലേ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു ഡിസ്പ്ലേയിൽ ഓൾറെഡി ഉണ്ട്. ജസ്റ്റ് നമുക്ക് മേലെ നോക്കി എക്കോ കാണാം, അതിൻ്റെ താഴെ ടൈക്കോമീറ്റർ കാണാം, ഇവിടെ ഫ്യൂൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, ഇവിടെ ഓഡോമീറ്റർ വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ജോയിസ്റ്റിക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ഫ്യൂവൽ കപ്പാസിറ്റി, അതുപോലെ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് സെറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കുറച്ച് ദിവസം താഴത്തേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രിപ്പ് മീറ്ററും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാലാണ് സെറ്റിംഗ്സ് എന്നൊരു സംഭവം വരുന്നത്. ഈ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേനും ഈ വണ്ടിയുടെ എല്ലാവിധ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിൽ ജനറൽ ആണെന്നുണ്ടെങ്കിൽ സർവീസ് എന്നിങ്ങനെ ഒരുപാട് സെറ്റിംഗ്സ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ വണ്ടിയുടെ ഡിസ്പ്ലേ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. കളേഴ്സിലാണ് നമുക്ക് ഇന്ന് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് വരുന്നത് റെഡ് മെറ്റാലിക് ആണ്, പിന്നെ ഒരു പേൾ ബ്ലാക്കിൽ വരുന്നുണ്ട്, പേൾ വൈറ്റ് വരുന്നുണ്ട്, അതുപോലെ ഒരു ഗ്രേ മെറ്റാലിക് വരുന്നുണ്ട്, അതുപോലെ ഒരു PS ബ്ലൂ എന്ന് പറയുന്ന കളറുണ്ട്, അതുപോലെ ഡീപ്പ് ഗ്രേ പറഞ്ഞൊരു കളർ വരുന്നുണ്ട്. ആ കളറാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു വണ്ടി വരുന്നത്. ഇതിന്റെ ടോപ്പ് എൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്മാർട്ട് കീയും കൂടി വരുന്നുണ്ട്. ഈ ഒരു മോഡലിൽ സ്മാർട്ട് കീ അവൈലബിൾ അല്ല. ഇത് 4999 രൂപയാണ് വണ്ടിയുടെ ടോപ്പ് എൻഡ് മോഡലിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇപ്പോൾ നമുക്ക് വളാഞ്ചേരി AM ഹോണ്ടയിൽ അവൈലബിൾ ആണ്. വണ്ടിയുടെ ബുക്കിങ്ങിനും അതുപോലെ തന്നെ ടെസ്റ്റ് റൈഡും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അവർ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസിന് അവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു.